അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3105. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ആഖിറത്തിൽ കിട്ടേണ്ട ശിക്ഷ ദുന്യാവിൽ തന്നെ തന്നു തീർക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചോദിക്കരുത്. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആദ റജുലൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ സന്ദർശിച്ചു. അയാൾ രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിച്ചു. ഖദ് ഖഫത ഫസാറ മിസ്ലൽ ഫർഖി, അദ്ദേഹം ക്ഷീണിച്ച അവശനായി ദുർബലനായി ലഈഫായി പക്ഷിക്കുഞ്ഞിനെ പോലെ, രോഗം വന്ന് ക്ഷീണിച്ച് ചെറിയ പക്ഷിക്കുഞ്ഞിനെ പോലെ ആകെ ദുർബലനായിരിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ചെന്നത്. ഫഖാല ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ, നീ വല്ല കാര്യം ദുആ ചെയ്യാറുണ്ടായിരുന്നു? അല്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞ വാചകം തസ്അലുഹു ഇയ്യാഹു, അള്ളാഹുവിനോട് നീ വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. കുൻതു അഖൂൽ, ഞാൻ പറയാറുണ്ടായിരുന്നു, ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറതി ഫഅജ്ജിൽഹു ലീ ഫിദ്ദുനിയ, അള്ളാഹുവേ, ആഖിറത്തിൽ നീ എനിക്ക് എന്ത് ശിക്ഷ നൽകാനാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, വെച്ചിട്ടുള്ളത്, അതെനിക്ക് ദുന്യാവിൽ തന്നെ തന്നു തീർക്ക് റബ്ബേ. ആഖിറത്തിൽ എനിക്ക് നൽകാൻ ഉദ്ദേശിച്ച ശിക്ഷ ദുന്യാവിൽ തന്നെ തന്നു തീർത്തേക്ക് റബ്ബേ, പിന്നെ ആഖിറത്തിൽ എനിക്ക് ശിക്ഷ അനുഭവിക്കണ്ടല്ലോ എന്ന നിലക്ക് ഞാൻ ചോദിച്ചിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലാ തുതീഖുഹു, സുബ്ഹാനല്ലാഹ്, അതൊന്നും എനിക്ക് കഴിയില്ല മോനെ. അല്ലെങ്കിൽ ലാ തസ്തതിഉഹു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എനിക്ക് സഹിക്കാൻ കഴിയില്ല. ആഖിറത്തിൽ കിട്ടേണ്ട ശിക്ഷ ദുന്യാവിൽ നിന്ന് കിട്ടിയാൽ അത് സഹിക്കാനോ താങ്ങാനുള്ള കെൽപ്പ് ഉണ്ടാവില്ല. അഫലാ ഖുൽത, എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, അല്ലാഹുമ്മ ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അള്ളാഹുവെ, ദുന്യാവിൽ എനിക്ക് നീ ഹസനത്ത് നൽകണം, നന്മ നൽകണം, ആഖിറത്തിലും നന്മ നൽകണം. ആഖിറത്തിലും പുണ്യം നൽകണം, ദുന്യാവിലും പുണ്യം കിട്ടണം. ഇത് ചോദിച്ചൂടെ? വഖിനാ അദാബന്നാർ, നരക ശിക്ഷയെ തൊട്ട് എന്നെ നീ സംരക്ഷിക്കണേ റബ്ബേ. അങ്ങനെ ദുആ ചെയ്താൽ മതിയായിരുന്നു. ഖാല, റാവി പറയാൻ, ഫദഅ അല്ലാഹ ലഹു ഫശഫാഹു, അങ്ങനെ അവിടെ വെച്ച് റസൂലുള്ളാഹി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് രോഗം സുഖപ്പെട്ടു. ആകയാൽ ആഖിറത്തിൽ കിട്ടേണ്ട ശിക്ഷ ദുന്യാവിൽ തന്നെ പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞാണ്ട് ദ്വാരക്കാനോ ചോദിക്കാനോ പാടില്ല. കാരണം താങ്ങാനുള്ള കെൽപ്പ് നമുക്കില്ല. ആഖിറത്തിൽ കിട്ടേണ്ട ശിക്ഷ ഇല്ലാതെയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാഹു തആല നമ്മെല്ലാവരെയും ആഖിറത്തിൽ നരകത്തെ തൊട്ട് രക്ഷപ്പെടുന്ന, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന, എല്ലാവിധ അദാബിൽ നിന്നും രക്ഷപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.